ഹായ് നമസ്കാരം. ഞാൻ ഇപ്പോൾ വന്നിരിക്കണതേ ആരെയും സപ്പോർട്ട് ചെയ്യാനും ആരെയും കുറ്റപ്പെടുത്താനൊന്നുമല്ല. ഇപ്പോൾ ഈ ടോണി അച്ചായനെ കുറിച്ചിട്ട് ഒരുപാട് വിമർശനങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷെ എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കണം. അയാൾക്ക് കിട്ടുന്ന പൈസയിൽ നിന്നാണ് ഒരുപാട് പാവങ്ങളെ സഹായിക്കുന്നത്. അല്ലാതെ ഒരു പാട്ടപ്പിരിവ് നടത്തിയിട്ടേ അതിന്നും കൈയിട്ട് മാന്തുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാം. ഇനിയിപ്പോൾ പരസ്യമോ പ്രമോഷനോ അങ്ങനെ എന്തോ ആയിക്കോട്ടെ, 10 ഉറുപ്പ്യെങ്കിൽ 10 ഉറുപ്പ്യ ഒരു നേരത്തെ ഭക്ഷണത്തിനോ താമസത്തിനോ ഏതെങ്കിലും പാവങ്ങൾക്ക് കിട്ടുകയാണെങ്കിലേ എന്തിനാ നമ്മളത് മുടക്കണേ? ഇപ്പോൾ പിന്നെ പഴയമാരിയൊന്നല്ല, ഒരുപാട് ആൾക്കാർ സഹായമായിട്ട് മുന്നിട്ടിറങ്ങുന്നുണ്ട്. അത് ഓരോ പാവങ്ങളുടെ കയ്യിലെത്തുമ്പോഴേ അത് കാണുമ്പോൾ ഒരു സന്തോഷം, അത് മാത്രം പോരെ. ആരും കൊടുക്കണം എന്നല്ല പറഞ്ഞേ, പക്ഷെ ഇങ്ങനെ കൊടുക്കുന്ന ആൾക്കാരെ എന്തിനാണ് നമ്മൾ വിമർശിക്കണേ? നമുക്ക് ആദ്യം ഈ വീഡിയോ ഒന്ന് കാണാം. ഇപ്പം നടക്കുന്ന സംഭവങ്ങൾ നിങ്ങൾക്ക് അറിയോ? എന്നെ കുറ്റപ്പെടുത്തി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാൻ തട്ടിപ്പുകാരൻ അല്ലേ? നിങ്ങൾ പറയില്ല. നിങ്ങളുടെ ഒറ്റ കേസിൽ ഞാൻ തട്ടിപ്പുകാരൻ. 40 വീട് കൊടുത്ത ഞാൻ മണ്ടൻ. 1 ലക്ഷം നിങ്ങൾക്കും തന്നു, 3 ലക്ഷം രൂപ മേസ്തിരിക്കും തന്നു. ആണോ? 4 ലക്ഷം രൂപ തന്ന് നിങ്ങൾക്ക് വീട് പണിതോ? അത് ഞാൻ തട്ടിപ്പ് കാണിച്ചിട്ടുണ്ടോ? ടൈലിടണ്ട, വേറെ ഇട്ടാൽ മതി എന്ന് പറഞ്ഞപ്പോഴും ടൈലിടാനാണോ ഞാൻ നിങ്ങളോട് പറഞ്ഞത്? നിങ്ങളെ വൃത്തിയായിട്ട് തന്നെ ടൈലും ജനലും അടിപൊളിയാക്കി പെയിന്റ് ചെയ്ത് നിർത്താനാണോ ഞാൻ പറഞ്ഞത്? എന്തിനാ പിന്നെ എല്ലാവരും എന്നെ വേട്ടയാടുന്നത്? ഈ ഒറ്റ ഇതിന്റെ പേര് വിമർശനങ്ങൾ കേട്ടോ വിഷമിച്ചവനാ ഞാൻ. നിങ്ങൾ പറയാച്ചാ ഞാൻ ആത്മാർത്ഥമായിട്ടാണോ നിങ്ങൾക്ക് ചെയ്തു തന്നത്? ഞാൻ എന്തെങ്കിലും കള്ളത്തരം കാണിച്ചിട്ടോ? എന്നെ തട്ടിപ്പെന്ന് പറഞ്ഞ് ആൾക്കാർ മുഴുവൻ പറഞ്ഞു നടക്കുമ്പോ നിങ്ങൾ പറ, ഞാൻ ചെയ്തിട്ടുണ്ടോ? 3, 1.5, 4 ലക്ഷം രൂപ ഇവര് സത്യം അവര് പറഞ്ഞതാണ് വീഡിയോയ്ക്ക്. ആ വീഡിയോയ്ക്ക് അത് അവർ കട്ട് ചെയ്ത് കളഞ്ഞു. കഷ്ടം. ഇതാണ് ഇതിന്റെ എഗ്രിമെന്റ്. അതായത് ഇവർക്ക് മേസ്തിരിക്ക് 3 ലക്ഷം കൊടുത്തതും ഇവർക്ക് 1 ലക്ഷം കൊടുത്ത്, ഇവർക്ക് 1 ലക്ഷം കൊടുത്തു, കൂടാതെ 3 ലക്ഷം കൊടുത്തതിന്റെ കൂടെ എഗ്രിമെന്റ് ആണ് ഇത്. ഈ എഗ്രിമെന്റും ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ടാവും. ഒരിക്കലും ഞാൻ കള്ളത്തരം കാണിക്കില്ല. അച്ഛന് കള്ളത്തരം കാണിക്കേണ്ട കാര്യമില്ല. അച്ഛനെ ഒന്നുമില്ലായ്മ തുടങ്ങിയതാണ്. കാശ് മുഴുവൻ ഞാൻ പാവം കൊണ്ട് മാറ്റി വെച്ചവനാണ്. ഇനിയും ചെയ്യും. ആരൊക്കെ തടഞ്ഞാലും ചെയ്യും. എന്നെ തടയാൻ പറ്റുന്ന ദൈവത്തിന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്ത കാണുന്നതാണ് വരെ. ബൈ ബൈ. ഇതാ കണ്ടില്ലേ, നിങ്ങൾ കണ്ട മാതിരി തന്നെ ഞാനും ഈ സോഷ്യൽ മീഡിയയിൽ തന്നെ ഇയാളൊക്കെ കണ്ടിട്ടുള്ളൂ. അയാൾ ഒരുപാട് കുടുംബങ്ങളെ സഹായിക്കുന്ന വീഡിയോ നമ്മൾ എല്ലാവരും കണ്ടതാണ്. അതും ഓരോ കുടുംബത്തിനെ ലക്ഷങ്ങൾ കൊടുത്തിട്ടാണ് സഹായിക്കല്. എന്നിട്ട് ലക്ഷങ്ങൾ പോയിട്ടേ ഒരു കഷ്ടം കൂടി കൊടുക്കാത്ത നമ്മളൊക്കെ അയാളെ വിമർശിച്ചിട്ട് എന്താ കാര്യം? അതുകൊണ്ട് ആരെങ്കിലും പാവങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിലേ അത് കൊടുത്തോട്ടെ. ചില ആൾക്കാരെ കടം കൊണ്ടും മാറാരോഗം കൊണ്ടൊക്കെ ബുദ്ധിമുട്ടി നിൽക്കാക്കരം. ചിലപ്പോൾ മുന്നിലൊക്കെ ജീവൻ കൊടുക്കുക എന്നുള്ളത് മാത്രാക്കര പോലെ മുന്നിലുള്ള ആകെ വഴി. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇങ്ങനെയൊക്കെ സഹായം കിട്ടുമ്പോഴേ ചിലപ്പോൾ ജീവിതാക്കാരം തിരിച്ചു കിട്ടുക. അതുകൊണ്ട് പരമാവധി ആർക്കെങ്കിലും കിട്ടുന്ന സഹായം ഇല്ലാതാക്കരുത്. നമ്മളെയും കൊണ്ട് ചെയ്യാൻ പറ്റണില്ല, അപ്പോൾ ചെയ്യുന്ന ആൾക്കാരെങ്കിലും ചെയ്തോട്ടെ. ഞാൻ ഒന്നും കൂടി പറയണേ, ഞാനിത് ആരെയും സപ്പോർട്ട് ചെയ്യാനും അല്ല, വിമർശിക്കണോലെ കുറ്റപ്പെടുത്താനും അല്ല. ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് സഹായം കിട്ടണവർക്ക് കിട്ടിക്കോട്ടെ. ഒരുപാട് പാവങ്ങൾക്കാണ് ഇതൊക്കെ കിട്ടുന്നത്. പെണ്ണുങ്ങളും കുട്ടികളും ഐറ്റകളൊക്കെ വീഡിയോൻ്റെ മുന്നിൽ വരണമെന്നുണ്ടെങ്കിലേ അത്രയും ഇടങ്ങാറും ബുദ്ധിമുട്ടും ഉണ്ടായിട്ടായിരിക്കും. അതുകൊണ്ട് എല്ലാവരും അത് മനസ്സിലാക്കുക. ഇനിയും ഒരുപാട് പാവങ്ങളെ സഹായിക്കാനേ എല്ലാവർക്കും ആയുസ്സും ആരോഗ്യം പടച്ചോൻ തരട്ടെ.